ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഡിസ്നി വേൾഡിലെ എപ്കോട്ട് എന്ന് പറയുന്ന പാർക്കിലേക്കാണ്. എപ്കോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വേൾഡ് ഷോക്കേസാണ്. ഇവിടുത്തെ ഏത് പവലിയോണിൽ പോയാലും നമ്മൾ ആ കൺട്രിയിൽ നേരിട്ട് പോയൊരു ഫീല് കിട്ടും. അപ്പം നമുക്കിന്ന് ജാപ്പനീസ് പവലിയോണിൽ കണ്ട് ഒരു ട്രഡീഷണൽ ജാപ്പനീസ് റെസിപ്പിയും പഠിച്ചിട്ട് വരാം. പവലിയോണിലെ തന്നെ കുക്ക് ബുക്കിൽ നിന്ന് ഞാൻ കൺഫേം ചെയ്ത ടൊങ്കാസു അല്ലെങ്കിൽ ഫ്രൈഡ് പോർക്ക് കട്ട്ലേറ്റ് എന്ന് പറയുന്ന റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. ഇതിവരെ ചോറിൻ്റെയും സാൻഡ്വിച്ചിൻ്റെ ഒക്കെ കൂടെയാണ് കഴിക്കാറ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിന് ബോൺലെസ് ആയിട്ടുള്ള പോർക്ക് ചോപ്സാണ് വേണ്ടത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ പീസസും അങ്ങനെ ചെയ്തെടുക്കാം. രണ്ട് സൈഡിൽ സോൾട്ടും പെപ്പറും ഇട്ട് കൊടുക്കണം. പെപ്പർ ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ ഇടാം. ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ഇനി വേണ്ടത് പാങ്കോ ബ്രെഡ് ക്രംസ് ആണ്. ഇതിപ്പോൾ ഞാൻ ജാപ്പനീസ് സ്റ്റൈൽ പാങ്കോ ബ്രെഡ് ക്രംസാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ പാങ്കോ ബ്രെഡ് ക്രംസ് വാങ്ങിച്ചാൽ മതി. അതല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ തീരെ അങ്ങ് തരിതരിയായിട്ട് പൊടിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് വേണം ബ്രെഡ് ക്രംസിൽ മുക്കാനായിട്ട്. ഇത് മുട്ടയിൽ മുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരാം. നമ്മൾ ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കല്ല, മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വേവത്തില്ല. ആ സമയത്ത് തന്നെ നമുക്ക് ആവിയിൽ കുറച്ച് ക്യാബേജ് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോവല്ല, ഒരു 6-7 മിനിറ്റൊക്കെ ആവി വന്നാൽ മതിയായിരിക്കും. നമുക്ക് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മൂക്കുമ്പോഴത്തേക്ക് സെർവ് ചെയ്യാം. ഞാനിത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് സ്റ്റീം ചെയ്ത ക്യാബേജിൻ്റെ കൂടെയും ഈ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ക്യാബേജ് വെറുതെ സ്റ്റീം ചെയ്തെടുത്തതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഓണിയൻസും കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ വേണമെങ്കിൽ അതും അരിഞ്ഞിടാം. സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സെസമി സീഡ്സും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ വെളുത്ത എള്ള് അതുകൂടെ മിക്സ് ചെയ്താൽ നല്ലതാണ്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഒന്നും വലുതായിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം.